നമസ്കാരം. ട്രംപിന്റെ അധിക താരിഫ് ഭീഷണി നിലനിൽക്കുന്നതിനിടെ ആഗോള ടെക് ഭീമനായ ആപ്പിൾ അതിൻ്റെ എല്ലാ ഐഫോൺ 17 മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. പ്രീമിയം, പ്രോ പതിപ്പുകൾ ഉൾപ്പെടെ എല്ലാ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നതെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് ആദ്യമായാണ് ഒരു ഐഫോൺ സീരീസിലെ എല്ലാ മോഡലുകളും ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. 2025 മെയ് 23-ന് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിലൂടെ അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ ഭീഷണി മറികടന്നാണ് ആപ്പിളിന്റെ പുത്തൻ നീക്കം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഐഫോൺ 17ന്റെ ഉൽപാദനം ഇന്ത്യയിലെ 5 ഫാക്ടറികളിലായി വിഭജിച്ചിട്ടുണ്ട്. ഇതിൽ 2 അടുത്തിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ടാറ്റ ഗ്രൂപ്പിന്റെ തമിഴ്നാട്ടിലെ ഹൊസൂരിലുള്ള ടാറ്റയുടെ പുതിയ പ്ലാന്റാണ് ഇതിലൊന്ന്. ആപ്പിളിന്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പങ്കാളികളിൽ ഒന്നാണിത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഐഫോൺ ഉൽപാദനത്തിന്റെ പകുതിയോളം ടാറ്റയുടെ പ്ലാന്റ് കൈകാര്യം ചെയ്യുമെന്നാണ് കരുതുന്നത്. ബംഗളൂരു വിമാനത്താവളത്തിന് സമീപം $2.8 ബില്യൺ മുടക്കി ഫോക്സ്കോൺ സ്ഥാപിച്ച പുതിയ പ്ലാന്റാണ് മറ്റൊരു പ്രധാന കേന്ദ്രം. ഇവിടെ ഐഫോൺ 17ന്റെ നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ചൈനയ്ക്ക് പുറത്ത് ഫോക്സ്കോണിന്റെ 2ാമത്തെ വലിയ ഐഫോൺ ഫാക്ടറിയാണ് ഈ പ്ലാന്റ്. തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തായ്വാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധരെ എത്തിച്ച് പ്രവർത്തനം ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയിലെ ആപ്പിളിന്റെ നീക്കം വലിയ വിജയം കാണുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 3 മാസം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഐഫോണുകളുടെ മൂല്യം $7.5 ബില്യൺ ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് $17 ബില്യൺ ആയിരുന്നു. 2025 മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോണുകളുടെ മൂല്യം $22 ബില്യൺ ആണ്. ഇത് മുൻ വർഷത്തേക്കാൾ 60% വർധനമാണ്. ഈ കയറ്റുമതിയുടെ പ്രധാന ലക്ഷ്യസ്ഥാനവും അമേരിക്കയായിരുന്നു. കാനലിസ് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ കണക്കുകൾ പ്രകാരം 2025 ജൂൺ വരെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത ഐഫോണുകളുടെ എണ്ണം 78% ഉയർന്നു. 2024 ആദ്യ പകുതിയിൽ ഇത് 53% മാത്രമായിരുന്നു. ഇന്ത്യയിലെ ആപ്പിളിന്റെ വളർച്ചയെക്കുറിച്ച് CEO ടിം കുക്ക് അടുത്തിടെ പ്രശംസിച്ചിരുന്നു. 2025 ജൂണിൽ അമേരിക്കയിൽ വിറ്റഴിച്ച ഭൂരിഭാഗം ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് അദ്ദേഹം ഒരു യോഗത്തിൽ വെളിപ്പെടുത്തി. ഈ വർഷം 60 ദശലക്ഷം ഐഫോണുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആപ്പിൾ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.